എൻക്വയറിയുള്ള സാധനം സെഡ് ഓട്ടോമാറ്റിക്. എത്ര മോഡല്? ഇത് 2019 ഡിസംബർ സെഡ് ഓട്ടോമാറ്റിക് 1,04,000 കിലോമീറ്റർ. എത്രയാണ് വാഹനത്തിന് ആസ്ക് ചെയ്യണത്? ഈ ഒരു 12,90 നമുക്ക് കൊടുക്കാം. 12,90,000 രൂപക്ക് ഏകദേശം നമ്മൾ നമ്പർ ആക്കാൻ എത്ര നമ്പർ ആയി ഇതിനൊരു 1,35 ആ ലെവല് വരുള്ളൂ, 1,38 ഇതിലൊരു സുഖമായിട്ട് യാത്ര ചെയ്യാം. അതെ. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ മുതലിന് ആസ്ക് ചെയ്യണം നമ്മള്? ഇത് 14,80 നമുക്ക് കൊടുക്കാം. 14,80. 2017 ഡിസംബർ 1,02,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർ അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. 13 ലക്ഷത്തിന് താഴെ നമുക്കൊരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ കൊടുക്കാം അല്ലേ? ഓക്കെ, അത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു വെറൈറ്റി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും പുലിമടയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് നരിക്കുനിലുള്ള സിദ്ദിഖാന്റെ വീട്ടുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ എന്ത് നോക്കി മക്കളെ, 8 ക്രിസ്റ്റകളാണ് ഇതാ ഈ വീട്ടുമുറ്റത്ത് കവറായിട്ട് നിൽക്കണതാ. ഇതൊക്കെ നോക്ക്, കിളിക്കുഞ്ഞ് പോലത്തെ നല്ല അടിപൊളി സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. 1, 2, 8 ക്രിസ്റ്റകൾ പല വെറൈറ്റി വേരിയന്റുകളിൽ അവൈലബിൾ ആണ്. അതും നല്ല വൃത്തിയുള്ള, ആക്സിഡന്റ് ഹിസ്റ്ററിയോ ടോട്ടൽ ലോസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വില കുറവിൽ 13 ലക്ഷം രൂപയുടെ താഴെ ആരെങ്കിലും ക്രിസ്റ്റ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടോളി. നമ്മൾക്ക് ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. എന്തിനാണ് മക്കളെ വെറുതെ ഡൽഹിയിലൊക്കെ പോയി റിസ്ക് എടുക്കുന്നത്? ഇതാ ഈ വീട്ടുമുറ്റത്ത് ഇങ്ങോട്ട് വന്നാൽ പോരെ. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ്, റീപ്ലേസ് ഒന്നുമില്ലാത്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികൾ ആരെങ്കിലും തപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി. നിങ്ങൾക്ക് ലോ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി തരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെട്ടാലോ? കമോൺ ഗൈസ്. സിദ്ദിഖ മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വർത്താനം? സുഖല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ വീഡിയോ? നല്ല ഉഷാറാണ്. നല്ലത്. അതില് ഒരു വണ്ടി വെച്ച് ബാക്കി എല്ലാ വണ്ടിയും സെയിലായിട്ടുണ്ട്. ചെറിയ വണ്ടി 1-2 കിടക്കുന്നുണ്ട്. ബാക്കി സെയിലായിട്ടില്ലേ? അപ്പൊ നമ്മൾ ഏകദേശം ഒരു മാസത്തിനോട് അടുത്തായിട്ടുള്ള നമ്മൾ വീട് ചെയ്തിട്ട് അൽഹംദുലില്ലാ മാക്സ് വണ്ടികൾ സെയിലായിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് കേറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത 13 താഴെയുള്ള ഒരു 3 ക്രിസ്റ്റകളുണ്ട്. 13 ലക്ഷത്തിന് താഴെ. സെഡ് ഓട്ടോമാറ്റിക് 2 ഉണ്ട് ടോപ്പ് മോഡല്. പിന്നെ ജി ഉണ്ട്, ബി ഉണ്ട്, എല്ലാ വണ്ടിയുണ്ട്. അതും ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും? ഇതില് കൂടുതൽ 7 ക്രിസ്റ്റ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 വണ്ടി സെക്കൻഡ് ഓണർ ഉള്ളൂ. അപ്പൊ നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കോ? ലൊക്കേഷൻ കോഴിക്കോട് നരിക്കുനി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള വീട്. വീട്ടിൽ വെച്ചിട്ടാണ്? ഷോറൂമോ കച്ചവട സ്ഥാപനം ഒന്നുമല്ല, വീട്ടുമുറ്റത്ത് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആ ഒരു ഉറപ്പിൽ, ആ ഒരു ഗ്യാരണ്ടിയിൽ നമുക്ക് വണ്ടി തരാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഡൽഹി പോയി പർച്ചേസ് ചെയ്യുന്നതും നമ്മളെടുത്ത് വന്ന് പർച്ചേസ് ചെയ്തതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഡൽഹി പോയാലും ഇവിടെ വന്നാലും ഇവിടെ ആയിരിക്കും ചിലപ്പോ ഒരു 10 റുപ്യ കുറഞ്ഞു കിട്ടുക. ഇനി ഡൽഹിയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയതല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അവിടുത്തെ അനുഭവം വെച്ച് എനിക്കറിയാലോ. കരോൾ ബാഗിലൊക്കെ പോയപ്പോ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഏകദേശം റേറ്റ് ഡൽഹി എന്ന് പറയുന്നത് അവരെ ആളുകളെ എനിക്ക് ചെക്ക് ചെയ്യാനുണ്ടാവുക. അവര് 5-10 കൊടുത്ത് അവര് പറയും പോലെ പറയിപ്പിച്ച് അതായിരിക്കും ഉണ്ടാവുക. ഇവിടെ അങ്ങനല്ല. ഇവിടെ നിങ്ങൾക്ക് മെക്കാനിക്കിന് കൊണ്ടുവരാം, കമ്പനിയിൽ കൊണ്ടുപോയി കാട്ടാം. തീർച്ചയായിട്ടും. വേറെ ആരും വന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കാം. എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഗ്യാരണ്ടിയിൽ വണ്ടി കൊടുക്കാം. ഒരു അപാകതയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അങ്ങനത്തെ വണ്ടിയായാലും കമ്പനി സർവീസ് ഇല്ലാത്ത ഒരൊറ്റ വണ്ടി ഇതിലില്ല. എല്ലാം കമ്പനി സർവീസ്. 2023 ലാസ്റ്റ് 2024 സർവീസ് ഉള്ള വണ്ടികളാണ് ഈ കാണുന്ന മുഴുവൻ വണ്ടികളും. ലോണ് പെട്ടെന്ന് കിട്ടൂല. ലോണ് ഞങ്ങൾ ചെയ്തു കൊടുക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കോളുകൾ അങ്ങനെ വന്നു. ലോണിന് വേണ്ടിട്ട് ലോണ് നമ്പർ ആയതിനു ശേഷം കിട്ടൂ. അതല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുമ്പോൾ അതിന്റെ കൂടെ ലോണും കൂടി ചെയ്യാം. നമുക്കൊരു വണ്ടിന്റെ ഒരു 80% പൈസ തന്നാൽ നമ്മൾ വണ്ടി വിട്ടു കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം ടാക്സ് അടച്ചതിന് ശേഷം അവർക്ക് ലോണിന് ഇതിന്റെ ടാക്സിന്റെ കൂടെ ലോൺ അപേക്ഷിക്കുകയും ചെയ്യാം, കിട്ടുകയും ചെയ്യും. പിന്നെ മെയിനായി നമ്മൾ എക്സ്ചേഞ്ച് കുറെ വണ്ടികൾ എടുക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ എക്സ്ചേഞ്ച് എടുക്കും. സർവീസ് ഉള്ള നല്ല വണ്ടികൾ മാത്രം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വണ്ടി ക്രിസ്ത്യനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അതിനുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടാലോ? ഓക്കെ, കമോൺ ഗൈസ്. ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് നമുക്ക് ക്രിസ്റ്റയിൽ ഏറ്റവും മുന്തിയായിട്ട് തന്നെ പരിചയപ്പെടാം. ഒരുപാട് എൻക്വയറിയുള്ള സാധനം സെഡ് ഓട്ടോമാറ്റിക്. എത്ര മോഡല്? ഇത് 2019 ഡിസംബർ സെഡ് ഓട്ടോമാറ്റിക് 1,04,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസ് ഉള്ളതാണ്.
ഓക്കെ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട് 1,04,000 പുതിയ ഇൻഷുറൻസ് ആണ് മെനിയാന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ ലോൺ എടുക്കേണ്ട ആളുകൾക്കാണെങ്കിൽ 17 ലക്ഷം രൂപ ഐ ഡി ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കുന്നത് വേറെ ഒരു വിഷയങ്ങളുമില്ല ഫ്രണ്ട് ഗ്ലാസ് 90% മാറുന്നതായിരിക്കല്ലോ തീർച്ചയായിട്ടും അതല്ലാതെ വേറെ യാതൊരു വിഷയങ്ങളും ഇല്ല അതുപോലെ 360 ക്യാമറ 360 ക്യാമറ ഒക്കെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് ഓക്കെ കീലെസ് എൻട്രി ഒക്കെ വരുന്നുണ്ട് അല്ലേ അതെ ഓക്കെ സീറ്റ് ഒക്കെ എക്സ്ട്രാ ചെയ്താണോ എക്സ്ട്രാ ചെയ്ത് നല്ല ക്വാളിറ്റി ചെയ്ത് വൈറ്റ് കളർ തീമിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം എന്താ വെച്ചാല് ഇത് ചെയ്യാൻ തന്നെ അത്യാവശ്യം കോസ്റ്റ് ആവുന്നുണ്ട് ഇന്റീരിയർ വൈറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോർ പാഡുകൾ ചെയ്തിട്ടുണ്ട് 7 സീറ്റർ ആണ് വാഹനം വരുന്നത് സെഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ 1 ലക്ഷം കറക്റ്റ് ഓടിയിട്ടുണ്ട് 1.4 കറക്റ്റ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള എത്ര കൊടുക്കാം നമ്മള് പ്രൈസ് ഓഫർ പ്രൈസ് ഇത് 1790 നമുക്ക് കൊടുക്കാം NOC 1790 കൊടുക്കാം NOC 1790 അല്ലേ ഓക്കെ ഇപ്പം ലോൺ ആക്കണമെങ്കിൽ നമുക്ക് കേരളത്തിലേക്ക് നമ്പർ ആയാൽ മാത്രമേ ലോൺ സൗകര്യം അവൈലബിൾ ഉള്ളൂ അപ്പൊ ഇത് ഫാൻസി നമ്പർ ആണല്ലോ 72 നമ്മള് ഈ ഷോപ്പുകളിൽ നിന്ന് അങ്ങനെ എടുക്കുന്നില്ല നേരിട്ട് വീടുകളിൽ നിന്ന് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ നല്ല ഫാൻസി നമ്പർ നല്ല പാർട്ടികൾ നേരിട്ട് എടുക്കുക അതുകൊണ്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് ഡയറക്റ്റ് പാർട്ടി ഡീലർ അവിടെ ഏജന്റ് ഉണ്ട് ഏജന്റ് നമ്മൾ കൊണ്ടുപോയി കാട്ടിയിട്ട് അവിടെ നിന്ന് നേരിട്ട് എടുക്കുന്നതാണ് അപ്പൊ ഇത് അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു സെറ്റ് ഓട്ടോമാറ്റിക് പരിചയപ്പെടുത്താം ഇത് 2019 സെറ്റ് ഓട്ടോമാറ്റിക് 1,74,000 കിലോമീറ്റർ ഓടിക്കുന്നത് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഇത് ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കുന്നത് വേറെ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് വേറെ ഒന്നുമില്ല അല്ലേ നല്ല അടിപൊളി പേൾ വൈറ്റിൽ വരുന്ന വണ്ടിയാണല്ലേ അതെ പിന്നെ അതുപോലെ തന്നെ വണ്ടി മെക്കാനിക്കൽ പരമായിട്ടും AC കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു വിഷയങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആണ് ഒരു പ്രശ്നങ്ങളും ഇല്ല സെഡ് ഓട്ടോമാറ്റിക് ആണ് വാഹനം ടയർ എത്ര ശതമാനം ഉണ്ട് ടയർ ഒരു 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വരുന്നുണ്ട് അല്ലേ ഓക്കെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് അഡീഷണൽ ചെയ്തതാണോ സീറ്റ് ഇത് അഡീഷണൽ അതിന്റെ ഒറിജിനലിന്റെ മുകളിൽ കവർ ഇട്ടാണല്ലേ എന്നാൽ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡാഷ് ഒക്കെ നമുക്ക് ഇവിടെ ഒരു വുഡൻ ഫിനിഷ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ മൊത്തത്തിൽ നോക്കുമ്പോൾ എങ്ങനെ ആസ്ക് ചെയ്യണം ഇതിന്റെ പ്രൈസ് ഇത് 17,40 കൊടുക്കുക NOC 17,40 17,40,000 റുപ്യക്ക് അതും നമ്പർ ആയി കഴിഞ്ഞാൽ ഈ സെഡ് ഓട്ടോമാറ്റിക് ഒക്കെ നമ്പർ ആക്കാൻ ഏകദേശം എത്ര എമൗണ്ട് വരും ഏകദേശം എന്താ 2.5 മുകളിൽ വരൂലേ G4 ആണെങ്കിൽ 2 താഴെ വരുള്ളൂ G4 2017 മാനുവൽ ആണെങ്കിൽ 1,30,000-35,000 വരും അത്ര വരുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ ഇത് പ്രീമിയം വാഹനമാണ് ഇത് 2.50 2.75 ഏകദേശം ആ ലെവലിൽ നമുക്ക് നമ്പർ ആക്കാൻ എമൗണ്ട് വരും അടുത്തായിട്ട് നമുക്കൊരു ഗ്രേ കളർ പരിചയപ്പെടാം ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി അതെ ഓക്കെ ഇത് എത്ര മോഡല് ഇത് 2017 G4 മാനുവൽ ഓക്കെ കിലോമീറ്റർ 1,23,000 കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണോ കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഓക്കെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കുന്നത് വേറെ വിഷയങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് അല്ലേ ടയർ എത്ര ശതമാനം ഉണ്ട് ടയർ ഏകദേശം ഇത് പുതിയ ടയർ തന്നെയാണ് പുത്തൻ ടയർ ആണല്ലേ ഓക്കെ അപ്പൊ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കാനില്ല G4 മാനുവൽ ആണ് വാഹനം വരുന്നത് ഒരു പുത്തൻ വാഹനം ഇറക്കുന്ന ഒരു കാരണം ഒന്നും ചെയ്തിട്ടില്ല ഈ വണ്ടി 2017 ആണെങ്കിൽ കൂടിയിട്ട് 2020 ലുക്കുള്ള വണ്ടി തീർച്ചയായിട്ടും പുത്തൻ വാഹനത്തിന് ഒരു ഫീൽ ഉണ്ട് കറക്റ്റ് കമ്പനി വാഹനം തന്നെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല വേറെ ഒന്നും ചെയ്യാനുമില്ല അല്ലേ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഒരു മുഷ്ടിലോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല 7 സീറ്റർ ആണ് വരുന്നത് ടച്ച് സ്ക്രീൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എയർ ബാഗ് AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ ഓക്കെ എത്രയാണ് വാഹനത്തിന് ആസ്ക് ചെയ്യണത് ഈ ഒരു 12,90 നമുക്ക് കൊടുക്കാം 12,90,000 രൂപക്ക് ഏകദേശം നമ്മൾ നമ്പർ ആക്കാൻ എത്ര നമ്പർ ആയി ഇതിനൊരു 1.35 ആ ലെവല് വരുള്ളൂ 1.38 ഓക്കെ അപ്പൊ അടുത്തായിട്ട് നമുക്ക് മുന്തിരി കളർ ക്രിസ്റ്റ ഒരുപാട് പേര് തിരഞ്ഞെടുക്കേണ്ട മുന്തിരി കളർ ഉണ്ടോ വെച്ചിട്ട് ഇതിന് ഡീറ്റെയിൽ എങ്ങനെ വരുന്നത് ഇത് 2017 ഡിസംബർ 1,02,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് കമ്പനി സർവീസ് ഉണ്ട് സിംഗിൾ ഓണർ റീപ്ലേസ് ഒന്നുമില്ല ഒറിജിനൽ ഗ്ലാസ് ഡോറ് ബോണറ്റ് ഡിക്കി എല്ലാം ഒറിജിനൽ മേജർ ആക്സിഡന്റോ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പക്ക ഷോറൂം വണ്ടി ഷോറൂം വണ്ടി ഇന്റീരിയർ അടിപൊളിയാണ് നല്ല അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നൈസ് ആട്ടോ സീറ്ററും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വുഡൻ ഫിനിഷുകളുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ G4 മാനുവൽ അല്ലേ
സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ ചെയ്താണോ അത്? അതെ, ഇത് ശരിക്ക് സെഡിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം, വിയിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് പറയാം. തീർച്ചയായും അതൊരു വ്യത്യാസം ഇന്ത്യയിൽ കാണുമ്പോൾ കേട്ടോ. ഒരു വി ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തൊരു വാഹനം. അതെ അതെ, അതും 7 സീറ്റർ ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പ്രൈസ് ഒന്നും പറയുന്നില്ല. 13,10 13 നമുക്ക് കൊടുക്കാം. 13 ലക്ഷം റുപ്യ കൊടുക്കാം. NOC 13 ലക്ഷം രൂപ നമുക്ക് നമ്പർ ആക്കാൻ എത്ര വരും? നമ്പർ ആക്കാൻ ഒരു 1.30 1.25 വരുള്ളൂ. എന്നാലും ഈ വണ്ടി നമ്പർ ആക്കിയാൽ നമുക്ക് ലോണും കിട്ടും കേട്ടോ, മാക്സിമം ലോണും കിട്ടും വണ്ടിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഒരു ക്രിസ്റ്റ പരിചയപ്പെടാം. ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഇത് 2017 G മാനുവല് നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയിട്ടുണ്ട്. ലോൺ കിട്ടും. ഏകദേശം ഒരു 90% ലോൺ കിട്ടും. അപ്പൊ ചെറിയൊരു 1,02,000 കിലോമീറ്റർ ഇപ്പൊ സെക്കൻഡ് ഓണർ ആയിരിക്കുന്നത്. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഇനി ഒന്നും ചെയ്യാൻ റീപ്ലേസും ഇല്ല. 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഹിസ്റ്ററി ഫുള്ള്. ഓക്കെ, അപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളടുത്തുള്ള വണ്ടിക്ക് അധികം സീറ്റ് കവർ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇന്റീരിയർ വണ്ടിക്ക് നമ്മള് നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി മാത്രമേ നമ്മൾ എടുക്കൂ, അല്ലാതെ വണ്ടി എടുക്കലല്ല. നിങ്ങൾ എടുത്തിട്ട് സീറ്റ് കവർ ഒന്നുമല്ല, അങ്ങനെ തന്നെ വരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 7 സീറ്റർ അല്ലേ വാഹനം വരുന്നത്? 7 സീറ്റർ വണ്ടി വരുന്നത്. അപ്പൊ ഈ മോഡലിന് എത്രയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്? ഇത് 15,75 നമുക്ക് കൊടുക്കാം. 15,75 കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, സിംഗിൾ ഓണർ, ഇപ്പൊ സെക്കൻഡ് ഓണർ ആയ വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടി വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രല്ല, ഈ വാഹനത്തിന് എത്ര തുക ഡൗൺ പേയ്മെന്റ് ഉണ്ട് നമുക്ക്? ഇത് നമുക്ക് ഏകദേശം 13 ലക്ഷം രൂപ 14 ലക്ഷം രൂപ ലോൺ കിട്ടാൻ സാധിക്കും. 15 ലക്ഷം രൂപ ID ഉള്ള വണ്ടിയാണ്. 2.5 ലക്ഷം രൂപ ഇറക്കി കൂടെ? അതെ അതെ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്ക് ക്രിസ്റ്റ പരിചയപ്പെടാം. അത് എത്ര മോഡല്? ഇത് 2019 ഡിസംബർ വണ്ടി വന്നല്ലോ, ചൂടോടെ വന്നു. ഒരു വണ്ടി കൂടെ ഉണ്ട്, നമുക്ക് അതാണ് പറയാം. ഇത് 2018 സെക്കൻഡ് ഓണർ, വി ഓപ്ഷന്, 92,000 കിലോമീറ്റർ. വെറും 92,000 കിലോമീറ്റർ. ഓക്കെ, 90,000 കിലോമീറ്റർ കേട്ടോ. 90,000 ഇപ്പൊ സെക്കൻഡ് ഓണർ ആണ് കയറിയിട്ടുള്ളൂ അല്ലേ? ആ വണ്ടിക്ക് മേജർ റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ? ഇല്ല, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് മാത്രമേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നും. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, വി ഓപ്ഷൻ ആണ് അല്ലേ? വി ഓപ്ഷൻ അതുപോലെ തന്നെ 90,000 കിലോമീറ്റർ. അത് കിട്ടാൻ കുറച്ച് പാടാണ്, 1 ലക്ഷത്തിന് താഴെ. ഓക്കെ, പിന്നെ അത് മാത്രല്ല ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, AC, ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്ന വണ്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഒരു 8 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ മുതലിന് ആസ്ക് ചെയ്യുന്നത് നമ്മള്? ഇത് 14,80 നമുക്ക് കൊടുക്കാം. 14,80 ഏകദേശം NOC റേറ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്പർ ആക്കാൻ എത്ര എമൗണ്ട് വരും? നമ്പർ ആക്കാൻ ഇത് ഒരു 1.85 ലെവൽ വരും, 1.80 ആദ്യം വരും. ഓക്കെ, ഒരു 2 ലക്ഷത്തിന് താഴെ ആവുള്ളൂ നമ്പർ ആക്കാൻ. 2 ടയർ പുതിയതാണ്. ഫ്രണ്ടിൽ 2 പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വി ഓപ്ഷൻ ആണ്. 90% ടയർ ഉണ്ട്. ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണല്ലോ. അപ്പൊ വീണ്ടും നമുക്ക് ഉള്ളിലോട്ട് തന്നെ കിടക്കാം. ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? HR രജിസ്ട്രേഷൻ. ഇത് 2019 ഡിസംബർ 30 2020 മോഡൽ തന്നെ പറയാം. G+ ആണ്. സെറ്റും കാര്യമൊക്കെ വരുന്ന, സ്റ്റാരിംഗ് കൺട്രോളും ക്രൂസ് കൺട്രോള്, സ്റ്റാരിംഗ് നോബും കാര്യമൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, 1,17,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ, കമ്പനി ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ ആണ്, ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഓക്കെ, ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വുഡൻ ഫിനിഷ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് 16 ലക്ഷം രൂപ കൊടുക്കാം. 16 ലക്ഷം റുപ്യക്ക് 2020 മോഡൽ എന്ന് അറിയാം. ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ 2020 മോഡലായിരുന്നു. 20 മോഡൽ വണ്ടി കിട്ടായിരുന്നു. പിന്നെ അപ്പോ അത് മാത്രല്ല, ലോണ് നമ്പർ ആക്കാൻ എത്ര എമൗണ്ട് വരും? ഇത് ലോൺ നമ്പർ ആക്കാൻ ഒരു 1.90 2 ലക്ഷം താഴെ. അതെ അതെ അതെ. മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനമാണോ? അതെ അതെ. നമ്പർ ആയിട്ട് ലോൺ കിട്ടും. നമ്പർ ആയി കഴിഞ്ഞാൽ മാക്സിമം ലോൺ കിട്ടും. അപ്പൊ അമ്മ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്ക് HR രജിസ്ട്രേഷനുള്ള വണ്ടിനെ പരിചയപ്പെടാം. ഡീറ്റെയിൽ തന്നെ വരും. ഇത് 2017 വി ഓപ്ഷൻ മാനുവൽ, 92,000 കിലോമീറ്റർ ഓടിക്കുന്നത്, കമ്പനി സർവീസ് ഉള്ള വണ്ടി, സെക്കൻഡ് ഓണർ ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ, വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല അല്ലേ? ക്വാളിറ്റി വണ്ടിയാണ്. ഒരു റീപ്ലേസ് പോലും ഇല്ല. വി ഓപ്ഷൻ ആണ്. കീലെസ് എൻട്രി വരുന്നുണ്ട്, അതുപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ്, 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ. അപ്പൊ എത്രയാണ് ഈ മുതലിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 14 ലക്ഷം രൂപ നമുക്ക് കൊടുക്കേണ്ടി. 14 ലക്ഷം രൂപ വി വണ്ടി 14 ലക്ഷം രൂപക്ക്. കരോൾ ഭാഗത്തിന് 15-15 കൊടുക്കേണ്ടി വരും ഈ വണ്ടിക്ക്. തീർച്ചയായിട്ടും വി ഓപ്ഷന് നല്ല മാർക്കറ്റുള്ള വണ്ടി. തീർച്ചയായിട്ടും വി ഓപ്ഷൻ അതുപോലെ സെറ്റിനൊക്കെ നല്ല ഡൽഹിയിൽ 14.5 അവിടെ കൊടുക്കും. പിന്നെ കൊണ്ടുവന്ന ചെലവ് അത് വേറെ കൊടുക്കേണ്ടി വരും. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് എവിടുന്ന് ആള് കൊടുന്ന് ചെക്ക് ചെയ്താലും നമുക്ക് അത്രയും ഗ്യാരണ്ടിയിൽ കൊടുക്കാനും സാധിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ക്രിസ്റ്റ പരിചയപ്പെടാം. അതൊരു ഓഫർ പ്രൈസ് കൊടുത്തോട്ടെ നമുക്ക് കൊടുക്കാം. മോഡൽ എത്ര? ഇത് 2017 ജി ഓട്ടോമാറ്റിക്, G4 ഓട്ടോമാറ്റിക്, 1,43,000 കിലോമീറ്റർ. ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഹിസ്റ്ററി അവൈലബിൾ ആണ്. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് കാര്യമില്ല. ഇത് ഫുൾ ഒറിജിനൽ. ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഓക്കെ. ഒന്നും ചെയ്യാനില്ലല്ലോ വണ്ടി? ചെയ്യാനില്ല. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഒരു 70-80% ടയർ. 80% ടയറും വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്രയാണ് അപ്പൊ? 12.90 ഇതും കൊടുക്കാം. 12.90. അതെ. 13 ലക്ഷത്തിന് നമുക്ക് 3 വണ്ടി നമുക്ക് കൊടുക്കാം. 13 ലക്ഷത്തിന് താഴെ നമുക്കൊരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ കൊടുക്കാം അല്ലേ? ഓക്കെ. അത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് പറഞ്ഞ പ്രൈസിനൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൈസർ ചെറിയ മാറ്റം വരുത്തുക. പ്രശ്നം കസ്റ്റമർ വന്നോട്ടെ. ഓക്കെ. ദൂരം നിന്നായിരിക്കും ആൾക്കാർ വരിക. മാക്സിമം നമ്മുടെ പ്രൈസർക്ക് കുറച്ച് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നമ്പർ ആക്കാനുള്ള ഫെസിലിറ്റി ചെയ്ത് കൊടുക്കും. അതെല്ലാം ചെയ്ത് കൊടുക്കും. പ്രശ്നമില്ല. വണ്ടിക്ക് നമ്പർ ആക്കാനുള്ള എല്ലാ പേപ്പേഴ്സും അതിന്റെ ഉത്തരവാദിത്വം നമ്മളായിരിക്കും. ലോണിന്റെ കാര്യം എങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കണേ? ലോണിന്റെ കാര്യം എന്ന് പറയുന്നത് വണ്ടിന്റെ 80% പൈസ നമുക്ക് തരണോ. എന്നിട്ട് വണ്ടി അവർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. പ്രശ്നമില്ല. പിന്നെ നമ്പറായി ടാക്സ് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ലോൺ അപേക്ഷ കൊടുത്താൽ ടാക്സ് അടയ്ക്കുന്നതിന്റെ കൂടെ തന്നെ ലോണും കിട്ടും. അപ്പൊ നമ്മുടെ പൈസ ബാക്കിയുള്ള കൂടുതലും പേരുകളും ലോണിന്റെ ആളുകൾ ചോദിക്കുമ്പോൾ വിഷയം അതാണ്. അതിന് വിളിക്കേണ്ടിയല്ല. ലോണ് മാത്രമേ കിട്ടുള്ളൂ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ് നമ്മൾ ഓർമ്മപ്പെടുത്താണ്. കൂടുതൽ ആളുകൾ വിളിച്ച് അവർക്ക് അതിന്റെ തീർച്ചയായിട്ടും അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏകദേശം 8-9 ക്രിസ്റ്റ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ സിദ്ദിഖാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ലൊക്കേഷൻ കോഴിക്കോട് നരിക്കുനി ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള വീട്. ഓക്കെ. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കണം. വീണ്ടും പറയണേ. ഓക്കെ. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ക്രിസ്റ്റ നോക്കുന്ന നിങ്ങളെ ഫ്രണ്ടിന് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തോളി. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡ് എവിടുന്നേലും തപ്പിപ്പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.